നമസ്കാരം. പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ മരണത്തെ മുന്നിൽ കണ്ട ധാരാളം പേരുണ്ടാകും. മരണത്തിലേക്ക് വഴുതി വീണിട്ട് തിരിച്ചു വന്ന അപൂർവം ആളുകളെ ഉണ്ടാവുകയുള്ളൂ. അതിലൊന്നാണ് ഇപ്പോൾ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായ ശ്രീ സദാനന്ദൻ മാസ്റ്റർ. ആ കഥ പലരും മറന്നുപോയി കാണും. കാരണം 31 വർഷം മുമ്പത്തെ കഥയാണ്. ഇതിപ്പോൾ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാനുള്ള കാരണം, അദ്ദേഹത്തെ വെട്ടി പരിക്കേൽപ്പിച്ച് മൃതപ്രായനായി റോഡിലിട്ട് CPMകാർ കടന്നു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുറ്റം, അദ്ദേഹം വളർന്നു വരുന്ന ഒരു RSSകാരനായിരുന്നു, BJPക്കാരനായിരുന്നു, എല്ലാ രീതിയിലും സംഘപരിവാറുകാരനായിരുന്നു. ആ ഒറ്റ കാരണത്തിനാണ് 27 വയസ്സുണ്ടായിരുന്ന സദാനന്ദൻ മാസ്റ്ററെ അവർ വെട്ടിയത്. മരിച്ചു എന്ന് വിചാരിച്ചിട്ടാവാം അവർ സ്ഥലം വിടുകയും ചെയ്തു. ഈ സംഭവം നടക്കുന്നത് 1994 ജാനുവരി 25 രാത്രി 8:30. ആ കേസ് ഫൈനലി ഹൈക്കോടതിയിൽ തീരുന്നത് 2025 ജാനുവരി 29. നീണ്ട 31 വർഷം. ഒരു ക്രിമിനൽ കേസ് 31 വർഷമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അക്ഷന്തവ്യമായ അപരാധമാണ്. പക്ഷേ എന്തു ചെയ്യാം, നമ്മളുടെ നിയമവ്യവസ്ഥ അങ്ങനെയാണ്. ഞാൻ ഈ സംഭവങ്ങൾ അടുക്കും ചിട്ടയുമായിട്ട് ഹൈക്കോടതി എഴുതിയിട്ടുണ്ട്. ജസ്റ്റിസ് CS സുധയുടെ ജഡ്ജ്മെൻ്റാണ്. ഇതിൽ വിക്ടിം സദാനന്ദൻ, സൺ ഓഫ് കുഞ്ഞിരാമൻ നമ്പ്യാർ, അദ്ദേഹം സ്വന്തം സഹോദരിയുടെ വിവാഹത്തിന് ആളുകളെ ക്ഷണിച്ചിട്ട് രാത്രി വീട്ടിലേക്ക് പോകാനായിട്ട് ഉരുവച്ചാൽ എന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലുള്ള തലശ്ശേരി താലൂക്കിലെ ഒരു സ്ഥലമാണ് ഉരുവച്ചാൽ. ഈ സംഭവം കോടതി കൃത്യമായിട്ട് ജഡ്ജ്മെൻറ്റിൽ വിവരിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗം നിങ്ങൾക്കായിട്ട് ഒന്ന് പറഞ്ഞു തരാം. ഈ കേസിൽ 12 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഈ 12 പ്രതികളിൽ 4 പേരെ ട്രയൽ കോർട്ട് തന്നെ വിട്ടയച്ചു. ബാക്കി 8 പേരെയാണ് ശിക്ഷിച്ചത്. 7 വർഷത്തെ തടവും 25,000 രൂപ വീതം പിഴയുമായിരുന്നു. ആ പിഴത്തുക കോമ്പൻസേഷനായിട്ട് സദാനന്ദൻ മാസ്റ്റർക്ക് കൊടുക്കുക. ഇതായിരുന്നു കീഴ്ക്കോടതിയുടെ വിധി. പ്രതികൾ ഈ വിധിക്കെതിരെ സെഷൻസ് കോടതിയിൽ അപ്പീൽ പോയെങ്കിലും സെഷൻസ് കോടതി വിധി ഭേദഗതി ചെയ്യാൻ വിസമ്മതിച്ചു. അങ്ങനെ അവർ ഹൈക്കോടതിയിലെത്തി. സദാനന്ദൻ മാസ്റ്ററും കോമ്പൻസേഷൻ കിട്ടിയത് പോരാ എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതിയിൽ അങ്ങനെ കിടന്ന് ഒടുവിൽ വിധി വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, ശിക്ഷ വർദ്ധിപ്പിക്കുകയോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യുന്ന പ്രശ്നമില്ല, ശിക്ഷ അതുപോലെ നിൽക്കും. എന്നാൽ ഈ നഷ്ടപരിഹാരം 25,000-ൽ നിന്ന് 50,000 ആക്കി ഹൈക്കോടതി ഉയർത്തി. അപ്പോൾ 8 പ്രതികൾ 50,000 രൂപ വെച്ച് 4 ലക്ഷം രൂപ ഇദ്ദേഹത്തിന് കൊടുക്കണം, സദാനന്ദൻ മാസ്റ്റർക്ക്. സംഭവം ഇങ്ങനെയാണ്. 25/1/1994 രാത്രി 8:30 when he alighted from a bus at the place called ഉരുവച്ചാൽ, സദാനന്ദൻ മാസ്റ്റർ ഉരുവച്ചാൽ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇറങ്ങുന്നു. പ്രതികൾ 1 മുതൽ 8 വരെയുള്ള പ്രതികൾ അദ്ദേഹത്തെ വളയുന്നു. ശ്രീധരൻ ആൻഡ് രാജൻ threatened him by saying that he would be taught a lesson. ശ്രീധരനും രാജനും ചേർന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു, നിന്നെ ശരിയാക്കുമടാ എന്ന്. മലയാളത്തിൽ തന്നെ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട്. രാജൻ caught him by his neck. ഈ രാജൻ എന്ന് പറഞ്ഞ ആൾ സദാനന്ദൻ മാസ്റ്ററുടെ കഴുത്തിന് കയറിപ്പിടിച്ചു. കൃഷ്ണൻ മാസ്റ്റർ caught him by his right hand. കൃഷ്ണൻ മാസ്റ്റർ എന്ന ആൾ വലത് കൈയിൽ കയറിപ്പിടിച്ചു. രവി മാസ്റ്റർ caught hold of his left hand. രവി മാസ്റ്റർ ഇടത് കൈയിൽ പിടിച്ചു. എല്ലാം മാസ്റ്റർമാരാണ്. സദാനന്ദൻ മാസ്റ്ററും മാസ്റ്ററാണ്. ഇതിൽ പലരും സദാനന്ദൻ മാസ്റ്ററുടെ പരിചയക്കാരും അടുപ്പക്കാരുമാണ്. മാസ്റ്റർ ആകെ ചെയ്ത കുറ്റം 1983 മുതൽ RSSൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചു. ആ ഏരിയയിൽ നല്ല സ്വാധീനമുണ്ടാക്കി. അതൊക്കെ കോടതി വിധിയിലുള്ളതാണ് കേട്ടോ. ഞാൻ കയ്യിൽ നിന്ന്
ഒന്നും തന്നെ ചേർക്കുന്നില്ല. അങ്ങനെ കഴുത്തിലും 2 കൈയിലും ആൾക്കാർ പിടിച്ചു. നാണു കോട്ട് ഹോൾഡ് ഓഫ് ഹിസ് റൈറ്റ് ലെഗ്. നാണു എന്ന ആൾ വലത് കാലിൽ പിടിച്ചു. ചന്ദ്രൻ കോട്ട് ഹോൾഡ് ഓഫ് ഹിസ് ലെഫ്റ്റ് ലെഗ്. ഇടത് കാലിൽ ചന്ദ്രനും പിടിച്ചു. 2 കൈയും കാലും തടവിലായി, കഴുത്തിനും കയറി പിടിച്ചിരിക്കുന്നു. ഇതാണ് സ്ഥിതി. ഹി വാസ് ദെൻ ഡ്രാഗ്ഡ് ആൻഡ് ലെയ്ഡ് ഓൺ ദ റോഡ്. വലിച്ച് റോഡിൽ മലർത്തി കിടത്തി. ശ്രീധരനും ബാബുവും ചേർന്ന് മഴ കൊണ്ട് റിപ്പീറ്റഡ്ലി ഹാക്ഡ് ഓൺ ബോത്ത് ഹിസ് ലെഗ്സ്. തുടർച്ചയായിട്ട് മുട്ടിന് താഴെ കാലിൽ വെട്ടി. റിപ്പീറ്റഡ്ലി ഹാക്ഡ് ഓൺ ബോത്ത് ഹിസ് ലെഗ്സ്, അറ്റ് വിച്ച് ടൈം ബാലൻ വിത്ത് എ ചോപ്പർ ഇൻഫ്ലിക്റ്റഡ് ഇഞ്ചുറീസ് ഓൺ ഹിസ് ഹെഡ്. ബാലൻ ചോപ്പർ കൊണ്ട്, ചോപ്പർ എന്ന് വെച്ചാൽ മഴുവാകാം, കോടാലിയാകാം, മൂർച്ചയുള്ള ആയുധം, അത് വെച്ചിട്ട് തലയിലും വെട്ടി. ഇവരെയെല്ലാം സദാനന്ദൻ മാസ്റ്റർ തിരിച്ചറിഞ്ഞു. ഹീ കുഡ് നോട്ട് ഈവൻ ബഡ്ജ് ഡ്യൂ ടു ദ കമ്പൈൻഡ് അറ്റാക്ക് ബൈ ദ അക്യൂസ് പേഴ്സൺ. ഇദ്ദേഹത്തിന് അനങ്ങാൻ പറ്റിയില്ല. കാല് വെട്ടിക്കഴിഞ്ഞിട്ട് ഒരു ബോംബും അവരെറിഞ്ഞു. ബോംബ് ഭാഗ്യത്തിന് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് വീണില്ല, അടുത്ത് വീണ് പൊട്ടി. ആ ബോംബ് എറിഞ്ഞത് 2 ഉദ്ദേശത്തോടെയാണ്. ഒന്ന്, ഇദ്ദേഹത്തെ കൊല്ലുക; 2, ഭീതി പടർത്തുക ആ പരിസരത്ത്. കാരണം സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, കടകളിലെ വെളിച്ചമൊക്കെ ഉണ്ട്, രാത്രി 8:30 മണിയേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ബോംബ് എറിഞ്ഞ പാട് എല്ലാവരും പേടിച്ച് കടകളടച്ച് സ്ഥലം വിട്ടു. സാക്ഷികൾ ആരുമില്ല. ഇവർ കാല് മുട്ടിന് താഴെ മുറിച്ചെടുത്ത് ചീരത്തണ്ട് മുറിക്കുന്ന പോലെ വെട്ടി മുറിച്ച് അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. കാൽപ്പത്തി കാണുന്നില്ല, ആ രീതിയിലാക്കി. എന്നിട്ട് അവിടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. സാക്ഷികളില്ല. ആകെ ഒരു സാക്ഷി പിന്നീട് വന്നത്. അയാൾ ഭയന്നു പോയിരുന്നു, അയാൾ ഓടിക്കളഞ്ഞു. ഇവർ വളയുന്നതും വെട്ടുന്നതുമൊക്കെ അയാൾ കണ്ടിട്ട് ഭയന്ന് ഓടി. ഓടുമ്പോൾ ഈ ബോംബിൻ്റെ ഒച്ചയും അയാൾ കേട്ടു. അതാണ് ഈ കേസിലെ ഏക സാക്ഷി. അയാൾ RSSകാരനുമാണ്. ഇപ്പോൾ കേസിൽ, സാധാരണ ക്രിമിനൽ കേസിൽ പ്രധാനമായും വേണ്ടത് സാക്ഷികളാണ്, കണ്ടു നിന്നവർ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2, വെട്ടാനുപയോഗിച്ച ആയുധങ്ങൾ, ചോര ഉരുണ്ട കത്തി, വാള്, മഴു, ഇതൊക്കെ. ഇത് 2ഉം ഈ കേസിലില്ല. ഇദ്ദേഹത്തെ വെട്ടാനുപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. സാക്ഷി ആരും പറയാൻ തയ്യാറല്ല. സാക്ഷി ഇല്ലാഞ്ഞിട്ടല്ല, പറയാൻ ആരും തയ്യാറല്ല. എല്ലാവർക്കും പേടിയാണ്. ഈ ഉരുവച്ചാൽ എന്ന് പറയുന്നത് CPMൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമാണ്. അനങ്ങിയാൽ വെട്ടിക്കൊല്ലും, ആ രീതിയിലാണ്. ആര് സാക്ഷി പറയും? നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, 1969 വാടിക്കൽ രാമകൃഷ്ണൻ എന്ന സ്വയം സേവകൻ CPMകാരുടെ വെട്ടുകൊണ്ട് മരിച്ചു. അതിലെ പ്രതിയാണ് നമ്മളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. പക്ഷേ പിണറായി വിജയനെ വെറുതെ വിട്ടു. എന്തുകൊണ്ട്? സാക്ഷികളില്ല. പകൽ സമയത്ത് നടന്നതാണ്, ഒരുപാട് പേര് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നടന്നതാണ്. പക്ഷേ സാക്ഷികളില്ല. സാക്ഷി പറയാൻ ആർക്കും ധൈര്യമില്ല. ഇതാണ് അവിടുത്തെ അവസ്ഥ, അന്നും ഇന്നും. 1969 അതേ അവസ്ഥ 1994 നിലനിന്നിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. CPM ഗ്രാമം, CPM കോട്ട എന്നൊക്കെ പറഞ്ഞുള്ള സ്ഥലങ്ങൾ. അവിടെ അവർക്കെതിരെ സാക്ഷി പറയാൻ ആരും ധൈര്യപ്പെടുകയില്ല. ഈ പറമ്പിൽ വലിച്ചെടുത്ത കാല് പിന്നീട് കണ്ടെടുത്തെങ്കിലും കാല് വെച്ച് പിടിപ്പിക്കാൻ നിർവാഹമില്ല, സമയം കഴിഞ്ഞു പോയിരുന്നു. പോലീസുകാർ ഇതറിഞ്ഞിട്ടാണ് ജീപ്പുമായിട്ട് വന്ന് സദാനന്ദൻ മാസ്റ്ററെ തലശ്ശേരി താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോയി. ഡോക്ടർമാരും പറഞ്ഞു, ഈ മനുഷ്യൻ ഏത് നിമിഷവും മരിക്കും എന്നുള്ളപ്പോൾ ആകെ ചെയ്യാനുള്ളത് മരണമൊഴി എടുക്കുക എന്നുള്ളതാണ്. സദാനന്ദൻ മാസ്റ്ററുടെ ബോധം കെട്ടുപോയിരുന്നു. റോഡിൽ വെച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രഥമ ശുശ്രൂഷയെ കൊടുത്തു കഴിഞ്ഞപ്പോൾ മെല്ലെ ബോധം തിരിച്ചു വന്നു. സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. സംസാരിക്കാം എന്ന് പറഞ്ഞു. ക്ഷീണ സ്വരത്തിൽ സംസാരിച്ചു. രാത്രി 10:15 മണിക്ക് ഈ മരണമൊഴിയെടുക്കാൻ മജിസ്ട്രേറ്റ് വന്നു. അപ്പോൾ ഒരുപക്ഷെ സദാനന്ദൻ മാസ്റ്റർ മനസ്സിൽ വിചാരിച്ചു കാണും, കഴിഞ്ഞു എൻ്റെ കഥ എന്ന് വിചാരിച്ചു കാണും. ഏതായാലും നടന്ന സംഭവം അദ്ദേഹം മജിസ്ട്രേറ്റിനോട് പറഞ്ഞു. മജിസ്ട്രേറ്റ് അത് രേഖപ്പെടുത്തി. എന്നാൽ മരിക്കാൻ വിധിക്കപ്പെട്ട ആളായിരുന്നില്ല സദാനന്ദൻ മാസ്റ്റർ.
അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വിദഗ്ധ ചികിത്സ കൊടുത്തു. ആ കാല് സുഖപ്പെട്ടു. 2 കൃത്രിമക്കാല് വെച്ചു. ആ കൃത്രിമക്കാലം വെച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് മാർച്ച് 26-ാം തീയതി അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. ഈ കൃത്രിമക്കാലുമായിട്ടാണ് ഇന്നും സദാനന്ദൻ മാസ്റ്റർ ജീവിക്കുന്നതെന്ന് അറിയാവുന്നവർ വളരെ ചുരുക്കമാണ്. കാരണം മാഷ് ഞാൻ കാലില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റാൻ നിന്നില്ല. ജീവിതത്തിലേക്ക് ഫൈറ്റ് ചെയ്ത് തിരിച്ചു വന്നു. പൊതുരംഗത്ത് വീണ്ടും പ്രവർത്തനം തുടങ്ങി. എത്ര സഹിച്ച് കാണുമെന്നറിയാമോ? ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. നമ്മളൊക്കെ പനിയായിട്ട് ആശുപത്രിയിൽ പോയി ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ പിറ്റേ ദിവസം മുതൽ ജോലിക്ക് പോകും. ഇതങ്ങനെയല്ല. 2 കാലും ആർട്ടിഫിഷ്യലായിട്ട് വെച്ചിരിക്കുകയാണ്. ആ കാലും ശരിയായ കാലും തമ്മിലുള്ള ജോയിൻറ്റിൽ അസാമാന്യമായ വേദനയുണ്ടാവും, വ്രണങ്ങളുണ്ടാവും. ഇതും സഹിച്ച് എത്ര കാലം മാഷ് ജീവിച്ചു? കുറഞ്ഞത് ഇപ്പോൾ 31 വർഷമായി ഈ കേസ്. ഈ കേസിൻ്റെ സമയത്തെല്ലാം മാഷ് ഈ വേദനയും തിന്ന് പൊതുപ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദർശശുദ്ധിയെ, ധ്യേയനിഷ്ഠയെ ഇല്ലാതാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കത്തിക്കും കോടാലിക്കും മഴുവിനും സാധിച്ചില്ല. എന്നാൽ അദ്ദേഹമോ ആരോടും ഒരു കാലുഷ്യവുമില്ലാതെ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് സൗമ്യനായിട്ട് തന്നെ പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും. നിങ്ങളൊക്കെ ടി വിയിൽ അദ്ദേഹത്തെ കണ്ടു കാണും. അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ടി വിയിൽ നിങ്ങൾ നോക്കുക, എപ്പോഴും സുസ്മേരവദനായിട്ട് കാണപ്പെടുന്ന ഒരു മനുഷ്യൻ സദാനന്ദ മാസ്റ്ററാണ്. അദ്ദേഹത്തിന് ദേഷ്യമേ വരാറില്ല. അദ്ദേഹത്തിൻ്റെ നെറ്റി ചുളിയാറുമില്ല. ഒരു കാര്യത്തിലും ഒരു അസംതൃപ്തിയും പ്രകടിപ്പിക്കാതെ, എന്നാൽ ജീവിതത്തിലെ ഏറ്റവും ഘോരമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ന്യായം കിട്ടാനായിട്ട് 31 വർഷം വേണ്ടി വന്നു എന്നുള്ളത് കോടതിക്ക് പോലും വേദനയുണ്ടാക്കുന്നുണ്ട്. കോടതി റെക്കോർഡ് ചെയ്യുന്നു, ഹീ ഈസ് ദ ഡിസ്ട്രിക്റ്റ് ഉപകാര്യവാഹക് ഓഫ് RSS കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. ജില്ലാ സഹകാര്യവാഹകായിരുന്നു. കോടതി രേഖകളിൽ ഉപകാര്യവാഹക് എന്ന് എഴുതിയിരിക്കുന്നു. സാരമില്ല, അതിപ്പോൾ അങ്ങനെയൊക്കെ കോടതി എഴുതും. ഹീസ് ജോയിൻഡ് RSS in 1983. Since then, the accused persons and other Marxist Party workers have been maintaining a hostile attitudes towards him. 1983 RSSൽ ചേർന്ന് പ്രവർത്തിച്ച് തുടങ്ങിയതിന് ശേഷം ഈ മാർക്സിസ്റ്റ് പാർട്ടി അംഗങ്ങൾക്കെല്ലാം സദാനന്ദൻ മാസ്റ്ററോട് ഒരു വൈരാഗ്യം തോന്നി തുടങ്ങി. ബിഫോർ ദ ഇൻസിഡൻറ്റ് ഇൻ ദിസ് ഏരിയ ഓൺ ഭാരത് ബന്ദ് ഡേ, the CPI workers removed a cement bench constructed by the RSS workers. ഈ ഇത്തരം ക്രൂരകൃത്യത്തിന് കാരണമായിട്ട് വേണമെങ്കിൽ പറയാവുന്നൊരു സംഭവം, ഭാരത് ബന്ദിൻ്റെ ദിവസം RSSകാർ നിർമ്മിച്ച ഒരു വെയിറ്റിംഗ് ഷെഡിൽ ഒരു സിമൻറ്റ് ബെഞ്ച് കിടപ്പുണ്ടായിരുന്നു ആൾക്കാർക്ക് ഇരിക്കാനായിട്ട്. ഈ സിമൻറ്റ് ബെഞ്ച് എടുത്ത് റോഡിൽ കുറുകെ ഇട്ടു മാർക്സിസ്റ്റ് പാർട്ടിക്കാർ. അവർക്ക് റോഡ് തടയണമല്ല. ബെഞ്ച് കുറുകെ ഇട്ടു, റോഡും തടഞ്ഞു, അവരുടെ ജോലി കഴിഞ്ഞു, അവർ പൊടിയും തട്ടിപ്പോയി. RSSകാർ ഈ ബെഞ്ച് എടുത്ത് തിരികെ, മനുഷ്യർക്ക് ഇരിക്കാനുള്ളതാണല്ലോ, അതെടുത്ത് തിരിച്ച് വെയിറ്റിംഗ് ഷെഡിൽ വെച്ചു. ഇതാണ് ആകെ കൂടെ ചെയ്തു എന്ന് പറയാനുള്ള ഒരപരാധം. അതിൻ്റെ പുറത്ത് ഒരു മനുഷ്യനെ ഇത്രയും ക്രൂരമായിട്ട് 2 കാലും വെട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ബട്ട് കോടതി പറഞ്ഞു, ഇങ്ങനെയാണ് സത്യാവസ്ഥ നിൽക്കുന്നത്. ഓൺ സീയിങ് ദ അറ്റാക്ക്, ഈ PW2 became frightened and hence ran away. ഇത് കണ്ട ഒരേ ഒരു സാക്ഷി അയാൾ ഓടിക്കളയുകയും ചെയ്തു. പക്ഷേ പിന്നീട് അയാൾ കോടതിയിൽ സാക്ഷി പറഞ്ഞു, ഞാനിത് കണ്ടതാണ്, ഞാൻ പേടിച്ചുപോയി. അയാൾ സഹായിക്കാൻ പോലും നിന്നില്ല. കാരണം അതിന് ത്രാണി ഉണ്ടായിരുന്നില്ല ആ പാവത്തിന്. ഇത് കണ്ട് പേടിച്ചിട്ട് അയാൾ സ്വന്തം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ കോടതിയിൽ വന്ന് ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു. എന്നാൽ പ്രതിഭാഗം വാദം അങ്ങനെയല്ല. ഞങ്ങളാരും ഇതിൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കൊരു പങ്കുമില്ല. അങ്ങനെയാണ് ആയുധങ്ങൾ കണ്ടെടുക്കാതെ പോയത്. ഈ ആയുധങ്ങൾ സാധാരണ കണ്ടെടുക്കുന്നത് പ്രതികൾ തന്നെ പറഞ്ഞിട്ടാണ്. അതല്ലാതെ കണ്ടെടുക്കുന്ന സംഭവങ്ങളുണ്ട്, ബട്ട് കുറവാണ്. സാധാരണഗതിയിൽ പ്രതിയെ പിടിച്ച് ചോദ്യം ചെയ്ത് അയാൾ ഏകദേശം മാനസികമായിട്ട് കീഴടങ്ങി കഴിയുമ്പോൾ അയാൾ തന്നെ പറയും,
ഇന്ന സ്ഥലത്ത് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, കിണറ്റിലിട്ടിട്ടുണ്ട്, കുളത്തിലിട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കൊണ്ടുപോയി ആ ആയുധങ്ങൾ തെളിവായിട്ട് എടുക്കും. ഇതിൽ ഇവർ ഉറച്ചു നിന്നു, ഞങ്ങളൊന്നും ചെയ്തിട്ടേ ഇല്ല, ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ അവിടെ പോയിരുന്നു ഇവിടെ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലവിധ നമ്പറുകൾ. അപ്പോൾ ആയുധങ്ങൾ കിട്ടിയില്ല. സാക്ഷിയാണെങ്കിൽ ഒരേ ഒരാൾ. ക്രിമിനൽ കേസ് തോൽക്കാൻ ഇതിൽ കൂടുതൽ കാരണങ്ങളൊന്നും വേണ്ട. പക്ഷേ സദാനന്ദൻ മാസ്റ്ററുടെ കേസിൽ കോടതി വിട്ടില്ല. കോടതി 2-3 കാര്യങ്ങളാണ് കോടതി പറഞ്ഞു. ഒന്ന്, ഈ സാക്ഷി പറഞ്ഞ ആൾ, അയാൾ പ്രതിഭാഗം പറഞ്ഞു, അല്ല അയാൾ RSSകാരനാണ്, അയാൾ അങ്ങനെയല്ലേ പറയുള്ളൂ. അങ്ങനെ പറയാൻ പറ്റില്ല. RSSകാരനാണ് അതുകൊണ്ട് നുണ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. അയാൾ പറഞ്ഞത് നുണയാണെന്ന് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം. RSSകാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കോടതിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അയാൾ കണ്ടതാണ്, അയാൾ ഓടിയതാണ്, ബോംബ് പൊട്ടുന്ന ശബ്ദം കേട്ടതാണ്, പിന്നെ അയാൾ പറയുന്നത് മാത്രം നുണയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ അതുകൊണ്ട് അയാളെ അവിശ്വസിക്കാൻ യാതൊരു ന്യായവും കാണുന്നില്ല. പിന്നെ സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞത്, സദാനന്ദൻ മാസ്റ്റർ ആദ്യം കൊടുത്തത് മരണമൊഴിയാണെന്ന് ഓർക്കണം. മരണത്തിൻ്റെ സമയത്ത് മനുഷ്യൻ സാധാരണഗതിയിൽ സത്യമേ പറയുള്ളൂ. ഇല്ലാത്ത ആൾക്കാരുടെ പേര് പറയുക, മറ്റവനിട്ടൊരു പാര വയ്ക്കാമെന്ന് വിചാരിക്കുക, ഇതൊന്നും നമ്മൾ മരണവുമായി മുഖാമുഖം നിൽക്കുമ്പോൾ ചെയ്യില്ല. അതുകൊണ്ട് മരണമൊഴിക്ക് ഒരു വെയിറ്റേജ് ഉണ്ട്. അത് കഴിഞ്ഞ് കോടതിയിൽ മണി പോലെ നടന്ന സംഭവങ്ങളെല്ലാം സദാനന്ദൻ മാസ്റ്റർ പറയുകയും പ്രതികളുടെ പ്രതിഭാഗത്തിൻ്റെ സകല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകുകയും ചെയ്തു. അതുകൊണ്ട് കോടതി ഇവരെ 7 വർഷം തടവിന് ശിക്ഷിച്ചു, 25,000 രൂപ വീതം പിഴയും ഇട്ടു. ആര്? കീഴ്ക്കോടതി. ഇത് കഴിഞ്ഞ് ഇവർ സെഷൻസിൽ അപ്പീൽ പോയി. സെഷൻസ് ആ വിധി ശരിവെച്ചു. എന്നിട്ടാണ് ഹൈക്കോടതിയിൽ വരുന്നത്. മെഡിക്കൽ റെക്കോർഡിൽ ഹൈക്കോടതി കണ്ടെത്തിയത് ട്രോമാറ്റിക് ആംപ്യൂട്ടേഷൻ ഓഫ് ലോവർ 1/3 ഓഫ് ലെഫ്റ്റ് ലെഗ്, ബോൺസ് ക്ലിയർലി കട്ട്, മസിൽസ് പുൾഡ് ഇൻവേർഡ്. ഇതൊക്കെ വായിക്കാൻ വലിയ പ്രയാസമാണ് കേട്ടോ. ട്രോമാറ്റിക് ആംപ്യൂട്ടേഷൻ ഓഫ് ലോവർ 1/3 ലെഗ്, മുട്ടിന് താഴെ ഒരു 1/3 കാൽപ്പത്തി അടക്കം കട്ട് ചെയ്ത് മാറ്റി. ട്രോമാറ്റിക്കലി ആംപ്യൂട്ടേറ്റഡ് അറ്റ് ദ മിഡിൽ ഓഫ് റൈറ്റ് ലെഗ്, വലത് കാലിനും ഇത് തന്നെ ചെയ്തു. ഫ്രഷ് ലാസറേറ്റഡ് ഇഞ്ചുറി ഫ്രം ദ മെഡിക്കൽ ആസ്പെക്റ്റ് ഓഫ് റൈറ്റ് ഐബ്രോ എക്സിറ്റിംഗ് ടു ദ ലാറ്ററൽ എൻഡ് ഓഫ് ഹിസ് ഐബ്രോ, ഈ പുരികത്തിൻ്റെ ഇവിടെയായിട്ട് വെട്ടി. ഫ്രഷ് ലാസറേറ്റഡ് ഇഞ്ചുറി ഓഫ് റൈറ്റ് പാം, വലത് കയ്യിൽ കൈപ്പത്തിയിൽ വെട്ടേറ്റു. ചുരുക്കി പറഞ്ഞാൽ he sustained 50% disability on account of the amputation of his legs. വെച്ചാൽ 50% ആണ് സദാനന്ദൻ മാസ്റ്ററുടെ ഡിസബിലിറ്റി. വാസ്തവത്തിൽ നമ്മളൊക്കെ 100% ശരീരവുമായിട്ട് നടക്കുന്നു. സദാനന്ദൻ മാസ്റ്റർ 50% ശരീരവുമായിട്ട് നടക്കുന്നു. അതെങ്ങനെയാണ്? 2 കാലിൻ്റെയും അറ്റം കാൽപ്പത്തി നഷ്ടപ്പെട്ടാൽ 50% ആകുന്നത്? അങ്ങനെയാണ്. അല്ലാതെ സാധാരണ മനുഷ്യർ മനസ്സിലാക്കുന്ന പോലെ അര വെച്ച് വെട്ടിക്കളഞ്ഞാലേ 50% ആവുള്ളൂ എന്നല്ല. പെർസെൻറ്റേജിന് പല വ്യത്യാസങ്ങളുണ്ട്. 2 കാലും നഷ്ടപ്പെട്ട ആളിൻ്റെ നടക്കാനും ഇരിക്കാനും കിടക്കാനും ഒക്കെയുള്ള പ്രയാസം ആലോചിച്ച് നോക്കുക. സദാനന്ദൻ മാസ്റ്റർ ഈ വെട്ട് കൊണ്ടെടുത്തുനിന്ന് എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബോധം പോകുന്നതിന് മുമ്പ് എണീക്കാൻ ശ്രമിക്കുകയും പൊത്തോന്ന് നിലത്തേക്ക് വീഴുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് എൻ്റെ 2 കാലും പോയിരിക്കുന്നു. എണീക്കാൻ പറ്റുന്ന കാല് കുത്താൻ നോക്കുമ്പോൾ കാലില്ല. ഇതൊക്കെ സ്പ്ലിറ്റ് സെക്കൻഡിൽ സംഭവിക്കുകയും അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. ഇത്രയുമൊക്കെ ക്രൂരത കഴിഞ്ഞിട്ട് ഈ ശിക്ഷയിൽ ഇളവ് ചെയ്യാൻ സാധ്യമല്ല എന്ന് കോടതി തീർത്തു പറഞ്ഞു. ശിക്ഷ ഇളവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം, പ്രതിഭാഗം വാദിച്ചത് ലേണഡ് സീനിയർ കൗൺസിൽ അപ്പിയറിംഗ് ഫോർ ദ അപ്പലൻസ് A1 to A8, 8 പ്രതികൾക്ക് വേണ്ടി ഹാജരായ വക്കീൽ മെയ്ഡ് എ ഫെർവെൻറ്റ് പ്ലീ നോട്ട് ടു എൻഹാൻസ് കോമ്പൻസേഷൻ. It was also pointed out that all the accused persons are senior citizens above the age of 75. Hence, a lenient view may be taken regarding the substantive sentence of imprisonment involved.
ഈ പ്രതികൾക്കെല്ലാം 75 വയസ്സ് കഴിഞ്ഞു. കോടതി ദയ കാണിക്കണം, ഈ കോമ്പൻസേഷൻ കൂട്ടരുത്, ഈ ശിക്ഷ ഇളവും ചെയ്യണം. ഇതാണ് പ്രതികളുടെ ആവശ്യം, ഇത്രയും ക്രൂരകൃത്യം ചെയ്തിട്ട്. പക്ഷേ കോടതി പറഞ്ഞു, ഐ ഡു നോട്ട് തിങ്ക് ദാറ്റ് ദ അക്യൂസ് പേഴ്സൺസ് ഡിസേർവ് എനി സോർട്ട് ഓഫ് ലീനിയൻസി ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഓവർ ടാക്സ് കമ്മിറ്റഡ് ബൈ ദം. കോടതി ജസ്റ്റിസ് CS സുധ പറയുകയാണ്, എനിക്ക് എന്തെങ്കിലും ഇവരോട് കരുണ കാണിക്കണം എന്ന് തോന്നുന്നില്ല. ഇവരുടെ പ്രവൃത്തിയുടെ വെളിച്ചത്തിൽ ഒരു കരുണയും ഇവർ അർഹിക്കുന്നില്ല. ദ ഇൻസിഡൻറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ ഇൻ എ ഫിറ്റ് ഓഫ് റേജ് ഓർ ആങ്കർ ഓർ ഓൺ എ സഡൻ പ്രൊവൊക്കേഷൻ. പെട്ടെന്നുള്ള എന്തെങ്കിലും ദേഷ്യം കൊണ്ടോ എന്തെങ്കിലും പ്രൊവൊക്കേഷൻ കൊണ്ടോ സംഭവിച്ചതല്ല ഇത്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, ആരെങ്കിലും നമ്മളെ ചീത്ത പറഞ്ഞു, അപ്പോഴാണ് അവിടെ ഒരു കോടാലിയിരിക്കുന്നു, എടുത്തയാളെ ഒരു വെട്ടുവെട്ടി. ഇതാണ് സഡൻ പ്രൊവൊക്കേഷൻ. ഏതെങ്കിലും പ്രവൃത്തി കൊണ്ട് നമുക്ക് ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് ഓർമ്മയില്ലാതെ കയറി ദേഷ്യത്തിന് പുറത്ത് വെട്ടുക, അങ്ങനെയുള്ളതിലേക്ക് ചിലപ്പോൾ ശിക്ഷ ഇളവൊക്കെ കൊടുക്കാറുണ്ട്. ബട്ട് ഇതല്ല. ദ അറ്റാക്ക് സീംസ് ടു ഹാവ് ബീൻ പ്രീ മെഡിറ്റേറ്റഡ് ആൻഡ് വെൽ പ്ലാൻഡ്. നേരത്തെ പ്ലാൻ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും തയ്യാറാക്കി, ഇദ്ദേഹം വരുന്ന ബസ് നോക്കി, ബസ് സ്റ്റോപ്പിൽ നിന്ന് ബോംബ് അത് ഇതൊക്കെ ചെയ്ത് വെൽ പ്ലാൻഡ് ആയിട്ട് നടത്തിയ മർഡറാണ്. അതുകൊണ്ട് ഇതിൽ യാതൊരു ഇളവും ചെയ്തു കൊടുക്കാൻ പാടില്ല. ദ അറ്റാക്ക് സീംസ് ടു ഹാവ് ബീൻ മെയ്ഡ് ഓൺലി ബിക്കോസ് ഹി ചേഞ്ച്ഡ് ഹിസ് ലോയൽറ്റി ആൻഡ് ജോയിൻഡ് എ റൈവൽ പാർട്ടി. സദാനന്ദൻ മാസ്റ്റർ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഈ കൊലപാതകത്തിൻ്റെ കാരണം. ദ ട്രയൽ കോർട്ട് ജഡ്ജ്മെൻറ്റ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് PW1, അതായത് സദാനന്ദൻ മാസ്റ്റർ, ഈസ് എ കരിസ്മാറ്റിക് ആൻഡ് എഫിഷ്യൻറ്റ് ലീഡർ. ഹി വാസ് മേക്കിംഗ് ഹിസ് മാർക്ക് ഇൻ ദ ലൊക്കാലിറ്റി ആൻഡ് ഹിസ് എഫേർട്സ് ഹെൽപ്ഡ് ഇൻ സ്പ്രെഡിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദ റൂട്ട്സ് ഓഫ് ഹിസ് പാർട്ടി ഇൻ ദാറ്റ് ഏരിയ. സദാനന്ദൻ മാസ്റ്ററുടെ കഴിവുകൾ ലോവർ കോർട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഹൈക്കോടതി ശരിവയ്ക്കുന്നു. അദ്ദേഹം ആ ലൊക്കാലിറ്റിയിൽ തൻ്റെ സംഘടനയെ വ്യാപിപ്പിച്ചു, അവിടെ ഒരു ഷൈനിങ് സ്റ്റാറായിട്ട് മാറി, എല്ലാവരും ഇഷ്ടപ്പെടുന്ന പേഴ്സണാലിറ്റിയായി. ദ അക്യൂസ് പേഴ്സൺസ് ബിലോങ്ങിങ് ടു എ റൈവൽ പൊളിറ്റിക്കൽ പാർട്ടി ജസ്റ്റ് കുഡ് നോട്ട് ഡൈജസ്റ്റ് ഇറ്റ്. കോടതി എഴുതിയിരിക്കുകയാണ്, ഈ എതിർ പാർട്ടിക്കാർക്ക് ഇത് ദഹിച്ചില്ല, ഇദ്ദേഹത്തിൻ്റെ വളർച്ച അവർക്ക് കണ്ണിൽ പിടിച്ചില്ല. അതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കോടതി പറയുന്നു, ഇറ്റ് സീംസ് ടു ഹാവ് ബിക്കം ദ നോം ഓഫ് ദ ഡേ of some to silence political opponents by either killing or maiming them severely for the rest of their life. If this is not intolerance, then what is? ഇപ്പോൾ ഒരു നിയമം പോലെ ആയിരിക്കുന്നു, എതിർ അഭിപ്രായമുള്ളവരെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ ശാശ്വതമായ അംഗഭംഗം വരുത്തുക. ഈ പ്രവണത ശരിയല്ല. ഇതാണ് അസഹിഷ്ണുത എന്ന് പറയുന്നത്. ഇത് അസഹിഷ്ണുതയല്ലെങ്കിൽ പിന്നെ വേറെ എന്താണ് അസഹിഷ്ണുത എന്ന് കോടതി ചോദിക്കുന്നു. ഒടുവിൽ കോടതി പറയുന്നു, ഞാൻ ശിക്ഷ കൂട്ടുന്നില്ല, കാരണം നിങ്ങൾ ഈ പറഞ്ഞ കാരണം കൊണ്ട് 75 വയസ്സ് കഴിഞ്ഞു പലർക്കും, അതുകൊണ്ട് ശിക്ഷ വർദ്ധിപ്പിക്കുന്നില്ല. വാസ്തവത്തിൽ ഈ ശിക്ഷ കുറഞ്ഞുപോയി, ലോവർ കോടതി കൊടുത്ത ശിക്ഷ കുറഞ്ഞുപോയി. ബട്ട് ഞാനത് വർദ്ധിപ്പിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് 75 കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട്. എന്നാൽ കോമ്പൻസേഷൻ ഞാൻ ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നു. 25,000 രൂപ വീതം കൊടുക്കാൻ ലോവർ കോർട്ട് പറഞ്ഞത് 50,000 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. അതായത് 8 പ്രതികളിൽ ഓരോ പ്രതിയും 50,000 രൂപ വെച്ച് സദാനന്ദൻ മാസ്റ്റർക്ക് കൊടുക്കണം. അങ്ങനെ ഈ കേസ് 31 വർഷങ്ങൾക്ക് ശേഷം അവസാനിക്കുന്നു. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ സദാനന്ദൻ മാസ്റ്റർക്ക് 31 വർഷത്തിന് ശേഷം നീതി ലഭിച്ചു. ഈ നീതി ലഭിക്കുക എന്നുള്ള പ്രയോഗം അത്ര കണ്ട് ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാല് നഷ്ടപ്പെട്ട സദാനന്ദൻ മാസ്റ്റർക്ക് ആരെന്ത് നീതി കൊടുക്കാനാണ്? കാല് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. മറ്റേ ആളെപ്പെട്ട് ജയിലിലിട്ടു, അല്ലെങ്കിൽ 50,000 രൂപ വെച്ച് നഷ്ടപരിഹാരം 8 പേര് ചേർന്ന് കഴിയുമ്പോൾ 4 ലക്ഷം രൂപയായി. 4 ലക്ഷം രൂപ കിട്ടിയാൽ നീതി ലഭിച്ചോ? നീതി ഒരിക്കലും ലഭിക്കുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ മറ്റൊന്നും ചെയ്യാനും നിവൃത്തിയില്ല, കാല് രണ്ടാമത് കിട്ടുകയില്ല. അപ്പോൾ പിന്നെ ആകെ ചെയ്യാവുന്നത് ഇവരെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. അത് പരമാവധി ശിക്ഷ ലോവർ കോർട്ട് കൊടുത്തുമില്ല.
ലോവർ കോർട്ടിൽ നിന്ന് അപ്പീൽ ഹൈക്കോടതി ഉടൻ പരിഗണിച്ചിരുന്നെങ്കിൽ അന്ന് തീർച്ചയായിട്ടും ഇവർക്ക് ജീവപര്യന്തം കിട്ടുമായിരുന്നു. ഇന്നിപ്പോൾ കോടതി പറയുന്നു 75 വയസ്സായില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ ശിക്ഷ വർദ്ധിപ്പിക്കേണ്ടതാണ്. ശിക്ഷ കുറഞ്ഞു പോയി, പക്ഷെ കൂട്ടുന്നില്ല, കാരണം വയസ്സായി അവർക്ക്. ഇതാണ് നമ്മളുടെ നീതിന്യായ വ്യവസ്ഥ. ഞാൻ ആരെയും കുറ്റം പറയുകയൊന്നുമില്ല, വ്യവസ്ഥ ഇങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ ഉള്ള വ്യവസ്ഥയിൽ പോലും അക്ഷോഭ്യനായി അക്ഷീണനായി സമാജപ്രവർത്തനം തുടരുന്ന സദാനന്ദൻ മാസ്റ്റർക്കാണ് എൻ്റെ അഭിനന്ദനങ്ങൾ. അദ്ദേഹം ദീർഘായുസ്സായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം. നമസ്കാരം.